ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് പറയോ? ആ അതങ്ങ് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പൊ ഹാപ്പി വെഡിങ്. ആ അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ, ഞാൻ പറയാൻ വേണ്ടിയിട്ട് താമസിച്ചു നിനക്ക് ദേഷ്യം വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഹാപ്പി ബർത്ത്ഡേ. ഓ അപ്പൊ അതും അറിയത്തില്ല. അതെ, എനിക്ക് ഈ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ ഒരു അസുഖമുണ്ട്. അപ്പോൾ എന്നാ നീ എന്നാ പറ. ഇന്നാണ് എൻ്റെ അച്ഛൻ വരുന്ന ദിവസം. കൊള്ളാം, എനിക്ക് സന്തോഷമായി. ഇപ്പൊ നിങ്ങക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ ചെലവൊക്കെ നോക്കുന്ന ഭയങ്കരയാണല്ലോ. ആ അത് ഞാൻ അങ്ങ് മറന്ന്. സത്യം പറഞ്ഞാലേ ഞാൻ എൻ്റെ ഉയരരിച്ചിൽ മറച്ചു പിടിച്ചിട്ടാണ് സന്തോഷം അഭിനയിച്ചത്. എന്തിനുത്തോണ ആ പാവം മനുഷ്യൻ 2 ദിവസം വന്ന് നിന്നിട്ട് പോകുന്നതിന് എന്തിനാ ഇങ്ങനെ ഉയരെഴുതിയുന്നേ? അപ്പോട്ടെ എപ്പോഴും വരും ആശാൻ? അച്ഛൻ എപ്പോഴാന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ ഒരു സ്വഭാവത്തിന് അച്ഛൻ ഉച്ചയ്ക്ക് ഊണിന്റെ സമയത്ത് കറക്റ്റ് എത്തും. ചേട്ടാ കറണ്ട് ബില്ല് വന്നു 4000 രൂപ. ഞെട്ടിയാ? ഇതുപോലെ ഞാൻ എത്ര തവണ ഞെട്ടിയിരിക്കണ്. ഒരിക്കൽ ഞാൻ കുഴഞ്ഞു വീഴുകയും ചെയ്തു. അതൊക്കെ എന്തിനാ ഇനിയിപ്പോ പറയുന്നത്? അവക്ക് ഇപ്പോഴല്ലേ ഞെട്ടാൻ ഒരു അവസരം കിട്ടിയത്. നീ ഞെട്ടിക്കോടി. ഞെട്ടണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല മോളെ കിളി. സസ്പെൻഷനിലല്ലായിരുന്നെങ്കിൽ പകുതി പൈസ ചേട്ടൻ തന്നെ. അയ്യോ അത് സാരില്ല ചേട്ടാ, ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. ശരി എന്നാ. നല്ല തങ്കം. കൂടുതലും ഞെട്ടണ്ട. നിങ്ങൾ ഒരുപാട് വട്ടം അവളുടെ മുറിയിലെ ഫാനും ലൈറ്റും പോയി ഓഫ് ചെയ്തിട്ടുള്ളതല്ലേ? അത് വല്ലപ്പോഴും അല്ലേ. ഇത് ആദ്യത്തെ ബില്ല് വന്ന സമയത്ത് തന്നെ അവളിങ്ങനെ കാണിക്കാൻ തുടങ്ങിയ. അയ്യോ, അവളിനി അച്ഛൻ്റെ മുറിയിലെ ഫാനും ലൈറ്റും പോലും ഓഫ് ചെയ്യോ? അച്ഛനാണെങ്കിൽ ഒരുപാട് കറണ്ടിന്റെ ഉപയോഗമുള്ളതാ. നിന്റെ അച്ഛൻ തന്നു പഴയ ഇസ്തിരി പെട്ടിയാ ഒരുപാട് കറണ്ട് എടുക്കാൻ വേണ്ടി? അല്ല, നീ അച്ഛൻ്റെ മുറിയെന്ന് ഉദ്ദേശിച്ച എന്താണ്? സുമേഷിന്റെ മുറി. ഞാൻ അവനോട് പോയി സംസാരിച്ച് റെഡിയാക്കട്ടെ. എന്നാ 50 രൂപയുണ്ട്, നീ വെച്ചോ. ഇതെന്തിനാ എനിക്ക് 50 രൂപ? എന്റെ അച്ഛൻ 2 ദിവസത്തേക്ക് ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട്. അപ്പൊ നിന്റെ ഈ മുറി അച്ഛനൊന്ന് കൊടുക്കണം. എന്റെ പൊന്നെടുത്ത് ഞാൻ അവിടെ പോയി കിടക്കും. ഇവിടെ 2 ദിവസത്തേക്കല്ലോടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ അവിടെ പോയി കിടക്കും. ഒരു കാര്യം ചെയ്യും, പുറത്തെവിടെയെങ്കിലും റൂം എടുക്കാനുള്ള പൈസ അല്ലാതെ വേറെ വഴിയില്ല. എന്റെ അടുത്ത് അത്ര കാശൊന്നുമില്ല. എന്നാ പിന്നെ ക്ലീഡെന്ന് വെച്ചാ 2 ദിവസത്തേക്ക് 2000 രൂപ മതിയല്ലേ? പിന്നെ ഇപ്പൊ 4000 രൂപ കറണ്ട് ബില്ല് വന്നെന്ന് പറഞ്ഞോണ്ട് അവളോട് തുള്ളിച്ചാടി നടക്കുക. നടക്കൂല. സുമേ, എന്നെ കണ്ടപ്പോ ഓഫ് ചെയ്തല്ലേ? ഏയ് അല്ല. പിന്നെ ഇത് കറങ്ങുന്നതോ? അത് പുറത്തുനിന്നുള്ള ഇളം കാറ്റടിച്ചിട്ട്. ഓ അല്ലേ, ഇത്രയും നാളെ ഇവിടെ ഫാൻ കിടന്ന് കറങ്ങിയപ്പോ നിനക്കൊരു ദണ്ണം ഇല്ലായിരുന്നല്ലേ? ആ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ട്. ഇനി ഇടരുതേ. എന്ത് ദണ്ണം നിനക്ക്? ഞാൻ പറഞ്ഞ സെറ്റ് ചെയ്യണം. അതെന്ത് ദണ്ണം? എന്താ അവിടെ നില്ലടി. ചൊറിയാന്ന് നീ കാര്യം പറഞ്ഞോ? നീ എന്തിനാ എന്റെ റൂമിൽ കയറി ഫാൻ ഓഫ് ചെയ്യാൻ വന്നേ? ഇവിടുത്തെ കറണ്ട് ബില്ല് അടിക്കുന്നത് ഞാനായതുകൊണ്ട്. നിനക്കറിയാം 4000 രൂപ ഈ മാസത്തെ കറണ്ട് ബില്ല്. അത് പറഞ്ഞപ്പോഴാ എടി നിന്റെ അടുത്ത് ഒരു 2000 രൂപ എടുക്കണ്ടായിരിക്കും ഇവന് കൊടുക്കാൻ. ഇവനെന്തിനാ 2000 രൂപ? അവന് ഹോട്ടലിൽ മുറി എടുക്കാൻ. ഇന്ന് എന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ എന്ത് പറ്റി? ഒന്നുമില്ല. അതെ, പെട്ടെന്ന് എന്താ ഋഷികേശങ്ങളിൽ ഇങ്ങോട്ട് വരാൻ തോന്നാൻ? പെട്ടെന്നല്ലല്ലോ, എത്ര നാളായിട്ട് ഇങ്ങോട്ട് വരണം പറഞ്ഞോണ്ടിരിക്കുക. ഉത്തോണ്ടിന് ഓരോ കാരണം പറഞ്ഞ് മുടക്കുന്നോണ്ടല്ലേ. ആണോ? ഇപ്പൊ പിന്നെ എന്തിനാ വരുന്നത്? ഇങ്ങോട്ട് വരണം തോന്നി. ഇപ്പൊ പിന്നെ എനിക്കിപ്പോ ധൈര്യമായിട്ട് വിളിക്കാമല്ലോ. നീ അല്ലേ ഇപ്പൊ ഇവിടുത്തെ ചെലവൊക്കെ നോക്കുന്നേ? അതെ അല്ലേ? നന്നായി. കൊറേ ദിവസം ഉണ്ടാവോ? 2 ദിവസം. അത്രേ ഉള്ളൂ? ഉറപ്പല്ലേ? ഉറപ്പാ. പിന്നെ നീ അച്ഛൻ കിടക്കുന്ന മുറിയിലെ ഫാനൊന്ന് പോയി ഓഫ് ചെയ്തേക്കല്ലേ. അറിയാലോ, പെട്ടെന്ന് വിഷമം വരുന്ന കൂട്ടത്തിലാ. പിന്നെ എനിക്കത് അറിയാതിരിക്കോ? ഞാൻ ഓഫ് ചെയ്യില്ല. എനിക്ക് പുറത്ത് റൂം എടുക്കാനുള്ള പൈസ തരുന്നോ ഇല്ലയോ? ഒന്ന് പോടാ അവിടുന്ന്. നീ ഇവിടെ പാവരിച്ചങ്ങോട്ട് കിടന്നാ മതി. പാവരിച്ച് കിടക്കാനൊന്നും എന്നെ കിടത്തൊന്നുമില്ല. പിന്നെ നീ മച്ചിന്റെ മേളിൽ പോയി കിടക്കാങ്ങോട്ട്. എടാ, ഞാൻ ഉത്തോണ്ണോട് എന്തെങ്കിലും പറഞ്ഞ് സെറ്റ് ചെയ്ത് തരാം. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നീ ആ മുറി ഒന്ന് പോയി ക്ലീൻ ചെയ്തിട്ട്. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ ചെല്ല് ചെയ്യടാ. പിടിക്കുന്നില്ല അവള്. അതെ, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോടെ. ഈ ഋഷികേശങ്ങള് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? നീ ധൈര്യമായിട്ടിരിക്കടി. ആണല്ലേ? വിശക്കുന്നുണ്ടോ മക്കളെ? വിശക്കുന്നില്ല അച്ഛമ്മ. അച്ഛമ്മക്ക് ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. കണ്ണിന് വിശക്കുന്നുണ്ടോ മുത്തേ? ഇല്ല. അച്ഛമ്മ, ഋഷികേശ് അപ്പൊ വരുന്ന കാര്യം അറിഞ്ഞായിരുന്നോ? ഓ, അതൊന്നും നടക്കത്തൊന്നുമില്ല. ഇല്ല, ഇപ്രാവശ്യം നടക്കുമെന്നോ അമ്മ പറഞ്ഞത്. ഞാൻ വരട്ടെ, അതിനിപ്പോ എന്താ? അച്ഛമ്മ, അച്ഛമ്മക്ക് ഋഷികേശ് അപ്പൊ എങ്ങോട്ടാണ് ഇഷ്ടമാണോ?
എനിക്കെന്താ ഇഷ്ടക്കേടാ എന്താ അങ്ങനെ ചോദിച്ചേ? ബാക്കിയുള്ളവർക്കൊന്നും ഋഷികേശ് അപ്പൂപ്പൻ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല മോളെ, വലിയ സന്തോഷമൊന്നും ഇല്ലെന്നുള്ളൂ. എന്താ അച്ഛമ്മക്ക് സന്തോഷമില്ലാത്തത്? മോനെ ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാലേ, നമ്മൾ തിരുവോണത്തിന് നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമല്ലേ. അമാവാസിയുടെ നമുക്ക് അത്ര സന്തോഷമുണ്ടോ? ഇല്ല. അതിന് അമ്മാവാസിക്ക് എന്ത് നമ്മൾ അതല്ലേ അമ്മ പറഞ്ഞു വന്നത്, അത്രേ ഉള്ളൂ. അച്ഛമ്മ എന്തോന്നൊക്കെ പറയണോന്ന് മനസ്സിലാവുള്ളല്ലോ. കണ്ണന് മനസ്സിലായില്ലേ മുത്തേ? മനസ്സിലായില്ലേ? കണ്ടോ, അവന് വരെ മനസ്സിലായി. ഒരു സാധനം ഒരിടത്ത് വെച്ചാൽ കാണത്തില്ല. ആ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ വിക്കാസം എന്ത് ചെയ്യേ? അയ്യോ, അത് നമ്മുടെ അപ്പുറത്തെ സുധാരൻ ചേട്ടൻ മേടിച്ചോണ്ട് പോയി. ആരോട് ചോദിച്ചിട്ട്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള സാധനങ്ങൾ എന്നോട് ചോദിക്കാതെ ആർക്കും കൊടുക്കരുതെന്ന്. അതിനിപ്പോ അതിങ്ങ് തിരിച്ചു മേടിച്ചാ പോരാ, അതിന് എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ എടി അങ്ങേർക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അറിഞ്ഞൂടെന്ന്. ഉള്ള പാറയിൽ ഇരുമ്പിലൊക്കെ ഇട്ട് വെട്ടി നശിപ്പിച്ച് കളയും. നായക്ക് ഭ്രാന്തല്ലേ പാറയിലും ഇരുമ്പേലും ഇട്ട് വെട്ടാൻ. പ്രാന്തായിട്ടൊന്നുമല്ല, ഇത് നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാ. ഓ നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അച്ഛാ, ഞാൻ ചോദിക്കുന്നോണ്ട് അച്ഛനൊന്നും കരുതരുത്. എന്തോ വിക്കാസോ? വികാസം അതല്ല, എന്റെ അച്ഛൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ചെറിയ രീതിയിലൊരു സ്വീകരണം സെറ്റ് ചെയ്താലോ? ചെറിയൊരു സ്വീകരണം മതിയാ. പൊക്കണം അവിടുന്ന്. ഇവിടെ ആകെ ദേഷ്യം വന്നിരിക്കുക. അപ്പോഴാണ് അവളുടെ അച്ഛനൊരു സ്വീകരണം. എന്നാ കാശുണ്ടോ? 2000 രൂപ. എന്റെ പൈസ ഒന്നുമില്ല. എന്ത് സ്വഭാവം അച്ഛാ? എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ.